പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ റമളാൻ മാസത്തിന്റെ പവിത്രമായ മഗ്ഫിറത്തിന്റെ 10, ആ മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇനി നരകമോചനത്തിന്റെ സ്വർഗ്ഗപ്രവേശനത്തിന്റെ സുന്ദരമായ 10 ദിനങ്ങളാണ് നമ്മളിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് പഠിക്കുക. ഒന്നാമത്തേത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളുണ്ട്, പേരുകളുണ്ട്. ഒരു മനുഷ്യൻ ഈ ഇസ്മ നിത്യമായി പാരായണം ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് അനുയോജ്യമായത് എന്താണോ അത് മാത്രമേ ഉണ്ടാവുന്നതാണ്. നമുക്ക് അനുയോജ്യമായ ജോലി, നമുക്ക് അനുയോജ്യമായ വാഹനം, എല്ലാം നമുക്ക് വേണ്ടത് മാത്രം അള്ളാഹു തരും. എങ്ങനെ? ഈ 2 ഇസ്മുകൾ ഇന്നു മുതൽ നിത്യമാക്കിയാൽ. എങ്ങനെ പറയണം, എപ്പോൾ പറയണം, അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഇന്നു മുതൽ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യം വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഖത്തം തീർത്ത പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ അത്രമാത്രം അത്ഭുതപ്പെടുത്തുന്ന നേട്ടം കിട്ടുന്ന ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടാലോ? ആ സൂറത്ത് എപ്പോൾ ഓതണം? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഈ റമളാൻ മാസം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ഈ റമളാനിൽ അൽഹംദുലില്ലാ മഗ്ഫിറത്തിൻ്റെ 10ലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞുപോയ 17-ാം രാവ് അത് റമളാനിലെ പ്രധാനപ്പെട്ട ഒരു രാവായിരുന്നു. അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ അന്നൊക്കെ ചെയ്തു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മാത്രമല്ല, ഇനിയിപ്പോൾ മഗ്ഫിറത്തിൻ്റെ 10 വിട പറഞ്ഞ് അവസാനത്തെ 10 നമ്മളിലേക്ക് വരുന്നു. ഈ അവസാനത്തെ 10ലാണ് ലൈലത്തുൽ ഖദറിനെയൊക്കെ നമ്മൾ ധാരാളമായി പ്രതീക്ഷിക്കേണ്ടത്. അൽഹംദുലില്ലാ, എന്നാണെന്നറിയില്ല, ഈ ലൈലത്തുൽ ഖദർ എന്നാണെങ്കിലും അതിൻ്റെ പുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ നിസ്കാരം, നോമ്പൊക്കെ കൃത്യമായി നമ്മൾ പിടിക്കുന്നു. അതുപോലെ തന്നെ പല സഹോദരിമാരും നമ്മളത് പല പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും വീണ്ടും അവർക്കൊരു സംശയം. അത് ഈ റമളാൻ മാസത്തിൽ ഈ മെൻസസ് ആയാൽ ഒരു 7, 6, 5 ദിവസമൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ 8, 9, 10 ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിലെ നോമ്പ് നമ്മളന്ന് പിടിക്കുന്നില്ല, അല്ലേ? നോമ്പ് പിടിക്കാൻ പാടില്ല, നിസ്കരിക്കൊന്നുമില്ല. എന്നാൽ ഈ നോമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ഖളാ വീട്ടണം. നോമ്പ് നമ്മൾ റമളാനിന് ശേഷം പിന്നെ സൗകര്യം പോലെ അടുത്ത റമളാനിന് മുന്നേ ആയി എത്ര നോമ്പാണ് നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയത്, ആ നോമ്പ് ഖളാ വീട്ടണം. നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാത്തത് പിന്നീട് നമ്മൾ മടക്കി നിസ്കരിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ നോമ്പ് നമ്മൾ ഖളാ വീട്ടണം. ആ കാര്യം ഒന്നുകൂടി നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വിശുദ്ധമായ റമളാൻ അതിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു. ഇനിയിപ്പോൾ ഏതാനും 10 11 ദിവസം മാത്രമായിരിക്കും നമ്മളിൽ ഈ റമളാൻ അവശേഷിക്കുക. നമ്മൾ റമളാനിൻ്റെ അവസാനത്തെ സമയത്തിലൂടെയൊക്കെയാണ് പോകുന്നത്. ഈ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഈ 2 ഇസ്മുകൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ദുആരക്കാൻ. ഏതൊക്കെയാണ് 2 ഇസ്മുകൾ? ഒന്ന്, അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത്, അതുപോലെ തന്നെ ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായമുള്ളതുമായ 2 ഇസ്മുകൾ. ഒന്ന്, 84-ാമത്തെ അള്ളാഹുവിൻ്റെ പേര്. അതേതാണ്? അൽ മാലിക്കുൽ മുൽക്ക് എന്നാണ്. പിന്നെയോ 85-ാമത്തെ അള്ളാഹുവിൻ്റെ പേര് അതേതാണ്? ദുൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ ഈ 2 ഇസ്മുകളും ചേർത്ത് നമ്മൾ എങ്ങനെ പറയും? മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ 2 ഇസ്മുകളും ചേർത്ത് പറയുക. എങ്ങനെ? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഒന്ന്, ആ ദുആ നമ്മളെ സ്വീകരിക്കും. 2, എന്ത് കാര്യമാണോ നമ്മളെ ചോദിച്ചത് അത് എന്താണെങ്കിലും നമുക്ക് അല്ലാഹു തആല തരുമെന്നാണ്. പ്രത്യേകിച്ച് പലരും ഒക്കെ പറയാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടുകാർ പറയും, എടാ നിനക്ക് ആദ്യം വന്നത് ഇന്നാലിന്ന മുതലാളിയുടെ മകളുടെ ആലോചനയല്ലേ, പക്ഷെ അത് നീ വേണ്ടെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്താണ് നിന്റെ കുടുംബക്കാർ സമ്മതിച്ചില്ലല്ലോ. ഇപ്പം നീ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ കെട്ടിയത്, ആ പണക്കാരനായ മുതലാളിയുടെ മകളെ കെട്ടിയിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇപ്പോൾ വേറെ ലെവലായേനെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. കാരണം ഒരുപക്ഷെ നമ്മൾ ആ പെണ്ണിനെ എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അള്ളാഹു അങ്ങനെയാണ് വിധിച്ചിരുന്നതെങ്കിൽ
നമ്മളെ കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അങ്ങനെ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ആ വിവാഹം മുടക്കിക്കളഞ്ഞത്. അങ്ങനെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മളെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും ചില കാര്യങ്ങൾ. ചിലപ്പോൾ അത് കുടുംബമാവട്ടെ, അല്ലെങ്കിൽ മക്കളാവട്ടെ, അല്ലെങ്കിൽ സമ്പത്താവട്ടെ, കച്ചവടമാവട്ടെ, വാഹനമാവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിൽ എന്തെങ്കിലും ഒരു ഖൈർ അല്ലാഹു തആല വിധിച്ചിട്ടുണ്ടാകും. അതായിരിക്കും അത് നഷ്ടപ്പെട്ടു പോയത് എന്ന ഒരു ചിന്തയാവണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറായത് തരണം, ഷർറായത് തട്ടിക്കളയണം. അങ്ങനെ ഒരു ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ചൊല്ലേണ്ട ഒരു ഇസ്മാണ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ഇസ്മ. ഇത് ഞാൻ പറഞ്ഞല്ലോ 84-ാമത്തെ ഇസ്മും 85-ാമത്തെ ഇസ്മ, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ 84-ാമത്തെ ഇസ്മും 85-ാമത്തെ ഇസ്മും കൂടി ചേർത്ത് എങ്ങനെ പറയും? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ രണ്ട് ഇസ്മുകളും ചേർത്ത് എങ്ങനെ പറയും? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. എന്താ മാലിക്കൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യ ഉടമസ്ഥൻ എന്നാണ്. ആധിപത്യ ഉടമസ്ഥൻ. യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവൻ, പ്രതാപമുള്ളവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് ഇസ്മുകളും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ദുആയിലോ ഇപ്പം ഇങ്ങനെ യാദൽ ജലാലി വൽ ഇക്റാമായ റബ്ബേ, മാലിക്കുൽ മുൽക്കായ അല്ലാഹ്, അങ്ങനെയൊക്കെ നമ്മൾ ദുആയിൽ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രണ്ട് ഇസ്മുകൾ മറക്കാതെ ഇന്നത്തെ ദുആയിലൊക്കെ നമ്മൾ പ്രത്യേകമായി പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇസ്മുകളൊക്കെ സ്ഥിരമായി പറയാനും അത് പറഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10ലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം, ഇപ്പോൾ നമ്മളൊക്കെ റമദാനിൽ ഖത്തം ഓതുന്നവരാണ്. പലരൊക്കെ ഇപ്പോൾ ഒരു ഖത്തം തീർന്നു, രണ്ടാമത്തെ ഖത്തം തുടങ്ങിയിട്ടുണ്ടാകും. ചില ആളുകൾ മൂന്നാമത്തെ ഖത്തമായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പലരൊക്കെ പല രൂപത്തിലായിരിക്കും. ഭൂരിഭാഗം ആളുകളും ഒന്നാമത്തെ ഖത്തം ഇപ്പോൾ 25 ജുസോ അല്ലെങ്കിൽ 18 ജുസോ 19 ജുസോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ 10 ഖത്തം റമദാനിൽ തീർക്കാൻ പറ്റുമോ? അത് നമുക്ക് പറ്റൂല അല്ലേ? 10 ഖത്തൊന്നും നമുക്ക് ഓതി തീർക്കാൻ പറ്റൂലല്ലോ. 10 പ്രാവശ്യം ഖുർആൻ മൊത്തം ഓതി തീർക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ 10 ഖത്തം ഓതിയ കൂലി കിട്ടുന്ന ഒരു സൂറത്ത് വിശുദ്ധമായ ഖുർആനിലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരാൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്ത് യാസീൻ ആരെങ്കിലും ഓതുകയാണെങ്കിൽ, എങ്ങനെ നല്ല നിയ്യത്തോടു കൂടി ഓതുകയാണെങ്കിൽ അല്ലാഹു തആല അവനിക്ക് വിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം മുഴുവനായും ഓതിയതിന് തുല്യമായ ഒരു പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. അപ്പോൾ വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് സൂറത്ത് യാസീൻ ഓതുക. അത് വിശുദ്ധ റമദാനിൽ ഓതിയാൽ ഒരുപാട് നേട്ടമാണ്. ആ ഒരു നേട്ടം നമ്മൾ കളയാൻ പാടില്ല. മാത്രമല്ല ഈ സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നു. തഖ്ലീലഹു കുല്ല ഹാജ, അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല ഹാസിലാക്കി തരുന്നതാണ്. വെറുതെ അല്ല, ഓതുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടി പടച്ചവനെ ഞാൻ യാസീൻ ഓതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതി, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ആ പോകുന്ന കാര്യം ഒരു ടെസ്റ്റിന് വേണ്ടി പോവുകയാണ്. ആ ടെസ്റ്റിൽ ഒരു പ്രയാസവും ഇല്ലാതെ അനുകൂലമായ റിസൾട്ട് ഉണ്ടാവണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കടയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നു, ഒരു ജോലി അന്വേഷിച്ച് പോകുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് സൂറത്ത് യാസീൻ ഓതിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം സൂറത്ത് യാസീൻ ഓതിയിട്ട്, ഇപ്പോൾ മക്കളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയൊക്കെ പലതുമൊക്കെ നടക്കാനുണ്ട്. ആ സമയത്ത് ഓതാൻ പറ്റുന്ന മക്കളാണെങ്കിൽ ഈ തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ അന്നത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ നിങ്ങളൊരു യാസീൻ ഓതുക. പടച്ചോനെ എൻ്റെ ഈ പരീക്ഷയൊക്കെ എളുപ്പമാക്കണം, അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസമാണ്, അള്ളാഹു റിസൾട്ട് വരുന്നു, അത് നീ ഖൈറിലാക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതി നമ്മൾ സൂറത്ത് യാസീൻ ഓതിയിട്ട് പോയാൽ ആ എന്താണോ നമ്മുടെ ആവശ്യം അള്ളാഹു തആല ആവശ്യം ഖൈർ പോലെ നമുക്ക് എത്തിച്ചു തരുമെന്നാണ്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതിയാൽ കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് തദ്ഫഉ അൻ സ്വാഹിബിഹാ കുല്ല സൂഅ്. എല്ലാ തരത്തിലുള്ള ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളിൽ നിന്നുള്ള കാവലും അല്ലാഹു തആല ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് തരുന്നതാണ്. മൻ ഖറഅ യാസീൻ, നബി തങ്ങളുടെ ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ യാസീൻ,
ആരെങ്കിലും സൂറത്ത് യാസീൻ ഓതിയാൽ വഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല, അതായത് രാത്രിയാണ് സൂറത്ത് യാസീൻ ഓതുന്നതെങ്കിൽ ആ രാത്രി തന്നെ അല്ലാഹു തആല അവൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുന്നതാണ്. മൻ ദഖലൽ മഖ്ബറ, ഒരാൾ മഖ്ബറയിലേക്ക് പ്രവേശിച്ചു, അതായത് മരണപ്പെട്ടവരെ കബറടക്കുന്ന ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചു. ഫഖറഅ സൂറത്ത് യാസീൻ, അവൻ എന്ത് ചെയ്തു? സൂറത്ത് യാസീൻ അവിടെ വെച്ച് ഓതിയാൽ ഖുഫിഫൽ അദാബു അൻ അഹ്ലിഹാ, അവിടെ കിടക്കുന്ന എല്ലാവരുടെയും ഖബർ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷയിൽ നിന്നെല്ലാം വലിയ കാവൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇയാൾ യാസീൻ ഓതിയത് കൊണ്ട് അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. പിന്നെ സിഹർ തടയാൻ, കണ്ണേറ് തടയാൻ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മാറാൻ, ഷെയ്ത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവാനൊക്കെ സൂറത്ത് യാസീൻ ഓതൽ നല്ലതാണ്. പിന്നെയോ ചെറിയ കുട്ടികൾക്ക് പേടിയുണ്ടാകും, പലവിധ ഷെയ്ത്വാൻ പരമായ ഉപദ്രവങ്ങളുണ്ടാകും, ഉറക്കത്തിൽ പേടിക്കുന്നൊരു സ്വഭാവമുണ്ടാകും. അതുപോലെ നമുക്കൊക്കെ കടങ്ങളുണ്ട്, കടങ്ങൾ മാറാനും, അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നില്ല, അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ സൂറത്ത് യാസീൻ, അപ്പോൾ എന്ത് പ്രശ്നമാണോ സങ്കടമാണോ നമ്മുടെ മനസ്സിലുള്ളത് അത് മാറണമെന്ന നിയത്തിൽ സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ രക്കണമെന്നാണ്. പിന്നെയോ വീണ്ടും കാണാൻ പറ്റും, ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവനക്ക് കിട്ടുന്ന മറ്റൊരു പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം. എന്ത്? മൻ ഖറഅഹ വഹുവ ഫീ സകറാത്തിൽ മൗതി ലം യഖ്ബിൽ മലക്കുൽ മൗതി റൂഹഹു ഹത്താ യറ റിദ്വാന, അതായത് ഒരു മനുഷ്യൻ അവൻ സൂറത്ത് യാസീൻ ഓതുകയാണ്, അവൻ എങ്ങനെ കിടക്കുന്നു? അവൻ മരണത്തോട് മുഖാമുഖം കാണുന്ന സമയമാണ്. ഇപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തി, അയാൾ സൂറത്ത് യാസീൻ ഓതുന്നു. അങ്ങനെ ഓതുന്നവരുണ്ടാകാം കേട്ടോ, യാസീൻ ഓതിയിട്ട് മരിക്കുന്നവരുണ്ടാകാം. ഇനി ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ ആ സമയത്തൊന്നും യാസീൻ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തിരുന്ന് നമ്മൾ മറ്റുള്ളവരെ യാസീൻ ഓതി കൊടുക്കുക. അങ്ങനെ യാസീൻ ഓതിക്കൊണ്ടാണ്, യാസീൻ കേട്ടുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾ സ്വർഗത്തിൽ അയാളുടെ ആ ഒരു സ്ഥാനം കണ്ട് മരിക്കുമെന്നാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ ഇമാം സ്വാവി അവിടുത്തെ ഹാഷിയിൽ കൊണ്ടുവരുന്ന ഹദീസാണ്, മൻ ഖറഅഹ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ, ഒരാൾ രാവിലെ സൂറത്ത് യാസീൻ എപ്പോൾ ഓതി? രാവിലെ ഓതിയാൽ വൈകുന്നേര സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല അവനിക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വലിയ പ്രതിഫലമാണ് അൽഹംദുലില്ലാഹ് സൂറത്ത് യാസീൻ ഓതിയാൽ. അതുപോലെ തന്നെ ഒരാൾ വൈകുന്നേരം ഓതിയാൽ രാവിലെ ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല അവനിക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ സൂറത്ത് യാസീൻ അത് ഖൽബുൽ ഖുർആനാണ്. ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖത്തം തീർത്ത പ്രതിഫലം കിട്ടുമെന്ന് പോലും നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് ഈ റമളാനിൽ ഓതിയാൽ ഒരുപാട് പുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീൻ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ, അതിപ്പോൾ രാത്രിയാവട്ടെ പകലാവട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് ഓതാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ ഓതിയാൽ അനവധി പ്രതിഫലങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാസീൻ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. യാസീൻ സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ, ഞാനിവിടെ കുറച്ച് നേട്ടങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ മുഴുവനും കരസ്ഥമാക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളുടെയൊക്കെ വെക്കേഷൻ കാലമൊക്കെ വരികയാണല്ലോ, അപ്പോൾ ആ സമയത്ത് യാസീനൊക്കെ നല്ലതുപോലെ കാണാതെ പഠിപ്പിക്കാൻ എൻ്റെ വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യം എൻ്റെ സമുദായത്തിലെ എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ്. ഒന്നാമത്തേത്, എല്ലാ 5 വഖത്ത് നമസ്കാരത്തിലും നമ്മൾ വുദു എടുക്കുമല്ലോ, ആ വുദു എടുക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മത്തീങ്ങളൊക്കെ ഒന്ന് പല്ല് തേച്ചിരുന്നെങ്കിൽ, സുന്നത്തായിട്ടൊന്ന് പല്ല് തേച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു എന്നാണ്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സൂറത്ത് യാസീൻ ഒന്ന് മനഃപ്പാഠമാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നുവെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ നബി തങ്ങളുടെ ആഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീൻ നമുക്ക് കാണാതെ അറിയാം, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഈ റമദാൻ അനുകൂലമാക്കി തരുമാറാവട്ടെ. റമദാന് നമ്മൾ ഇന്ന് വരെ പിടിച്ചിട്ടുള്ള നോമ്പ്, അതിലൊക്കെ പല കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല അതെല്ലാം മാറ്റി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഖൈറായ ഒരു ജീവിതം അല്ലാഹു തആല തരട്ടെ. പലരുമൊക്കെ പല പ്രയാസത്തിൽ കഴിയുന്നു. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ അല്ലാഹുവേ ആയിരക്കണക്കിന് 10,000കണക്കിന് വരുന്ന ആളുകളാണ് കമൻ്റായി ഒരുപാട് വീഡിയോകളിൽ ദുആ വസിയത്തായി അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ, വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്കെല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.